ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് ഒരുപാട് വർക്കും കാര്യങ്ങളും അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നത്. കാരണം 2 സൈറ്റ് അർജന്റ് വർക്കായിരുന്നു. ഒന്ന് ഒരു പാല് കാച്ച് ഫിക്സ് ചെയ്ത വീടായിരുന്നു, രണ്ടാമത്തത് ഒരു കല്യാണ വീടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ പിടിക്കാനോ ഒന്നിനും പറ്റാത്തത്. കാരണം ഫുൾ ഓട്ടോ ആയിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പറുകോള, നമ്മൾ പലപ്പോഴും പലതാണ് നമ്മൾ ഈ പറുകോള. ഇപ്പൊ ഇതുപോലത്തെ പറുകോള വെക്കുമ്പോൾ നമ്മൾ ഇതിൽ ഗ്ലാസ് ഇടും. അപ്പൊ ഇത് വെളിയിൽ സ്റ്റെയറിന്റെ, അതായത് ഈ സ്റ്റെയറിന്റെ എവിടെയാണ് ഈ പറുകോള വരുന്നത്. അപ്പൊ ഇവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു വരി ചുടുകല്ല് വെച്ച് പൊക്കിയിട്ടുണ്ട്. 3 പറുകളിൽ ഒരു വരി ചുടുകല്ല് വെച്ച് പൊക്കുമ്പം നമ്മൾ തേച്ച് ഗ്രൗട്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് വെള്ളം വീഴില്ല. അപ്പം സാധാരണ ഈ പറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഗ്ലാസ് ഇടാൻ നേരത്ത് ഇതിൽ ചെറിയൊരു ക്ലാമ്പ്, അതായത് ഒരു ചെറിയൊരു ക്ലാമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് വയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഗ്ലാസ് വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു പിടുത്തം കുറവായിരിക്കും. കാരണം ഇതിൽ ഡ്രിൽ ചെയ്ത് വെക്കുമ്പോൾ ചെറിയൊരു പിടുത്തം കുറവായിരിക്കും. അപ്പൊ നമ്മൾ വളരെ ചെലവ് ചുരുക്കി നല്ല ബലത്തിൽ എങ്ങനെ ഗ്ലാസ് വയ്ക്കാം, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ബോർഡർ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരു ബോർഡർ ഇതുപോലെ അറുത്തിട്ട് ഇതേപോലെ ഈ സൈഡിലും വരും. ഈ സൈഡിലും ഒരു ബോർഡർ അറുത്തിട്ട് കറക്റ്റ് ഗ്ലാസ് ഈ ബോർഡറിൽ ഈ ഗ്രൂവില് അകത്ത് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഗ്ലാസ് അതിനകത്ത് സീറ്റിംഗ് ആയിട്ടിരിക്കും, ഫുള്ള് കംപ്ലീറ്റും കവർ ചെയ്തിരിക്കും. ഈ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, കവർ ചെയ്തിരിക്കും. അത് നമുക്കൊന്നും പേടിക്കണ്ട, കാരണം കാലാകാലം ഈ ഗ്ലാസ് അങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണ്? ഇതിങ്ങനെ ചെയ്യാൻ നല്ലതാണോ? കാരണം എനിക്ക് തോന്നുന്നു ഈ ഔട്ട്സൈഡൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലിട്ട് പോകാം. ഓക്കെ. അപ്പൊ ഇതില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് കറക്റ്റ് തൂക്കായിരിക്കണം, 2 ഇതിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മുഴക്കോൽ എടുത്ത് വെക്കാം. മുഴക്കോൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു ടേപ്പിന് ഇതിന്റെ അളവ് എടുക്കാം. ഏകദേശം 13.5 സെന്റിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ അളവ് ഇവിടെയും കറക്റ്റാ കിട്ടണം. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് അളവ് ഇരിക്കുന്നു, 13.5. ഇനി നമുക്ക് ഇതിപ്പോ കറക്റ്റ് തൂക്കായിരിക്കും. ജസ്റ്റ് ഒന്ന് ലെവലും കൂടി വെച്ച് നോക്കാം. ഓക്കെ, പക്ക. അപ്പൊ ഇതുപോലെ കറക്റ്റ് തൂക്കായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെക്കുമ്പോൾ അത് കറക്റ്റായി എടുത്ത് കാണിക്കും, ആ ഒരു വ്യത്യാസം. ശകലം സിമന്റ് കൂട്ടി ചാന്താണ് കേട്ടോ. നമ്മളൊരു 4 കെട്ടി മണ്ണിന് 1 കെട്ടി സിമന്റ്, ആ ഒരു ലെവലിലാണ് ഇപ്പൊ ചാന്ത് കൂട്ടിയിരിക്കുന്നത്. ഇത് സംഭവം വളരെ എളുപ്പ പണിയാണ്. നമ്മള് ഗ്ലാസ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിരിക്കും. ഇടയില് ഗ്യാപ്പോ സൈഡില് ഗ്യാപ്പോ അങ്ങനെ ഒന്നും കാണില്ല. പിന്നെ ഇന്ന് ഹെൽപ്പർ ഇല്ല, കാരണം ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഹെൽപ്പർ ഇല്ല. അപ്പൊ ഞാൻ രാവിലെ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പൊ ഇതിന്റെ ഹെൽപ്പറിന്റെ ആവശ്യമില്ല, കാരണം കുറച്ച് ചെറിയ പണിയായതുകൊണ്ട് നമുക്ക് ഇതിന് ഹെൽപ്പറിന്റെ ആവശ്യമില്ല. കുറച്ച് ചാന്ത് കൂട്ടുന്ന പാടേ ഉള്ളൂ. നമ്മൾക്ക് ചാന്ത് പറ്റിച്ചിട്ടുണ്ട്. ചാന്ത് പറ്റിയ ശേഷം ഒന്നും കൂടി ഒരു ഉറപ്പിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് ലെവൽ വെച്ച് നോക്കണം.
ലെവൽ വയ്ക്കുമ്പോൾ ഒരു ശകലം വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് മുഴക്കുളം നമ്മൾ ചാന്ത് പറ്റിക്കുമ്പോൾ ചെറുതായിട്ട് മുഴക്കുളം അങ്ങോട്ട് ഇട്ട് അനങ്ങും. ഓക്കെ, ഇപ്പൊ ഇത് പക്കയായി. എന്നിട്ട് കൈപ്പണി എടുത്ത് വേറെ പണിയൊന്നുമില്ല, സിമ്പിൾ പണി. വിഷം എടുത്ത് കറക്റ്റ് ഈ മുഴക്കോലിൽ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് റഫായിട്ട് വന്നിട്ടാകും. എന്നിട്ട് ചാന്ത് പറ്റിക്കേണ്ടടുത്ത് ഒന്ന് പറ്റിച്ച് കൈപ്പണിട്ട് തേച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. സംഭവം ഓക്കെ. അതിനെ ഒന്ന് തേച്ചെടുക്കുക, സംഭവം തീർന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ, നമ്മളെ ഗ്ലാസ് വന്ന് ഇതിൽ വന്ന് ഇങ്ങനെ പതിഞ്ഞിരിക്കും. ഈ രണ്ട് ഗ്രൂവിനകത്ത് പതിഞ്ഞിരിക്കും. നമ്മൾ എന്നിട്ട് ഇപ്പുറത്ത് പ്ലാസ്റ്റർ ചെയ്തെടുക്കും. പ്ലാസ്റ്റർ ചെയ്തെടുക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ ചേർത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് നല്ല പിടുത്തമായിട്ടിരിക്കും. അപ്പം ഈ കുഞ്ഞു മക്കൾ വന്ന് ഈ ഗ്ലാസ്സിൽ പിടിച്ച് ഇങ്ങനെ തട്ടുമ്പോൾ ഈ ഷേക്ക് ഉണ്ടാകത്തില്ല. ഗ്ലാസ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിരിക്കും. അങ്ങനെ ഇവിടെ 3 എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരേ അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയതായിട്ട് ചാന്തുകരം കൂടുതലാണ്. അത് നമുക്ക് പ്രശ്നം വരില്ല, കാരണം ഗ്ലാസ് വയ്ക്കുമ്പോൾ ഇവിടെയും കവർ ചെയ്ത് വരും. പാക്ക് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് 3 ഗ്ലാസും ഒരേ ലെവലായിരിക്കും. അപ്പൊ നമ്മൾ ഈ മുൻവശമൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കണ്ട. ഔട്ട് സൈഡൊക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കും.